ഇന്നത്തെ വീഡിയോയിൽ ലോഗോസ് ക്വിസ് 2024 പരീക്ഷയ്ക്കുള്ള 2 കൊറിന്തോസ് 7 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങൾ നമുക്ക് പഠിക്കാം. ചോദ്യം 1. വിശുദ്ധി പരിപൂർണമാക്കുന്നത് എവിടെ ആണ്? ഉത്തരം ദൈവഭയത്തിൽ. ചോദ്യം 2. പൗലോസ്ലീഹ എന്തിലാണ് ആനന്ദപൂരിതനായിരിക്കുന്നത്? ഉത്തരം ക്ലേശങ്ങളിൽ. ചോദ്യം 3. ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയാൻ കാരണമെന്ത്? ഉത്തരം കോറിന്തോസുകാരുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട്. ചോദ്യം 4. മരണത്തിലേക്ക് നയിക്കുന്നത് എന്താണ്? ഉത്തരം ലൗകികമായ ദുഃഖം. ചോദ്യം 5. ആരുടെ മനസ്സിനാണ് കോറിന്തോസുകാർ ആശ്വാസമേകിയത്? ഉത്തരം തീത്തോസിൻ്റെ. ചോദ്യം 6. ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകിയത് എന്ത്? ഉത്തരം സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും. ചോദ്യം 7. തങ്ങളുടെ കഴിവനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തത് ആര്? ഉത്തരം മക്കെദോനിയക്കാർ. ചോദ്യം 8. തീത്തോസ് നിങ്ങളുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള എന്തു പൂർത്തിയാക്കാനാണ് അവനോട് അഭ്യർത്ഥിച്ചത്? ഉത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ. ചോദ്യം 10. നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് തെളിയിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ. ചോദ്യം 11. ആർക്കാണ് കുറവുണ്ടാകാതിരുന്നത്? ഉത്തരം അല്പം സമ്പാദിച്ചവന്. ചോദ്യം 12. സ്നേഹത്തിൻ്റെയും പ്രശംസയുടെയും തെളിവ് നൽകേണ്ടത് എവിടെയാണ്? ഉത്തരം സഭകളുടെ മുമ്പാകെ. ചോദ്യം 13. ആർക്കു വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി എഴുതേണ്ടതില്ല എന്നാണ് പറയുന്നത്? ഉത്തരം വിശുദ്ധർക്ക്. അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകലെയായിരിക്കുമ്പോൾ ആരെന്നും കരുതുന്നതാണ് പൗലോസ്? ഉത്തരം തൻ്റെടിയും. ചോദ്യം 15. എന്ത് തകർക്കാനാണ് സമരായുധങ്ങൾ ശക്തങ്ങളായിട്ടുള്ളത്? ഉത്തരം ദുർഗമങ്ങളായ കോട്ടകൾ. ചോദ്യം 16. ഈടുറ്റതും ശക്തവുമായിട്ടുള്ളത് എന്ത്? ഉത്തരം ലേഖനങ്ങൾ. ചോദ്യം 17. ചോദ്യം. സർപ്പം ആരെയാണ് തന്ത്രപൂർവം ചതിച്ചത്? ഉത്തരം ഹൗവയെ. ചോദ്യം 18. ചിന്തകൾ എന്തിൽ നിന്നെല്ലാം വ്യതിചലിക്കപ്പെടുമെന്നാണ് ഭയക്കുന്നത്? ഉത്തരം ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും. ചോദ്യം 19. ആത്മപ്രശംസയിലുള്ള വിശ്വാസത്തോടെ പൗലോസ്ലീഹ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഉത്തരം ഭോഷനെ പോലെ. ചോദ്യം 20. ബുദ്ധിമാന്മാരായ നിങ്ങൾ വിഡ്ഢികളോട് സന്തോഷപൂർവം കാണിക്കുന്നത് എന്ത്? ഉത്തരം സഹിഷ്ണുത. 21. ചോദ്യം. എത്ര നാളാണ് പൗലോസ്ലീഹ കടലിൽ ഒഴുകി നടന്നത്? ഉത്തരം ഒരു രാത്രിയും ഒരു പകലും. ചോദ്യം 22. അദ്ധ്യായം 12 പ്രതിപാദ്യ വിഷയം ഏത്? ഉത്തരം ദർശനങ്ങളും വെളിപാടുകളും. ചോദ്യം 23. ബലഹീനതയിൽ പൂർണ്ണമായി പ്രകടമാകുന്നത് ആരുടെ ശക്തി ആണ്? ഉത്തരം കർത്താവിൻ്റെ ശക്തി. ചോദ്യം 24.
പൗലോസ്ലീഹായെ അനുദിനം അലട്ടിക്കൊണ്ടിരുന്നത് എന്ത്? ഉത്തരം സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ. ചോദ്യം 25. അരേത്താസ് രാജാവിൻ്റെ ദേശാധിപതി കാവലേർപ്പെടുത്തിയത് എവിടെയാണ്? ഉത്തരം ദമാസ്കസ്. വീണ്ടും കൂടുതൽ ചോദ്യോത്തരങ്ങളുമായി അടുത്ത വീഡിയോകളിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.